നവംബർ 29 വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനി. ആന്റണി ഫസാനി, ഫ്രാൻസിസ് ആന്റണി ഫസാനി അല്ലെങ്കിൽ ഫ്രാൻസിസ് ഫസാനി എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനി 1681 ഓഗസ്റ്റ് 6 ഇറ്റലിയിലെ പുഗ്ലിയിലുള്ള ലൂസറയിൽ ജനിച്ചു. ചെറുപ്പം മുതലേ അദ്ദേഹം അസാധാരണമായ ഭക്തിയും ആത്മീയ സംവേദനക്ഷമതയും പ്രകടിപ്പിച്ചു. ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും മറ്റുള്ളവരെ സേവിക്കാനുള്ള ആഗ്രഹവും അദ്ദേഹത്തെ 1695 ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് കൺവെൻച്വൽ ഫ്രാൻസിസ്കൻ ക്രമത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു. 1705 തൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനി തൻ്റെ ജീവിതം ദൈവത്തിൻ്റെയും സഹസഹോദരന്മാരുടെയും സേവനത്തിനായി സമർപ്പിച്ചു. അദ്ദേഹം ആദ്യം തത്വചിന്ത പഠിപ്പിച്ചത് ക്രമത്തിലെ ചെറുപ്പക്കാരെയാണ്. തൻ്റെ അറിവും ജ്ഞാനവും തൻ്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നവർക്ക് കൈമാറി. തുടർന്ന് അദ്ദേഹം തൻ്റെ ഫ്രയറിയുടെ രക്ഷാധികാരിയായി നിയമിക്കപ്പെട്ടു. വിശുദ്ധ ആന്റോണിയോ ഫസാനിയുടെ അസാധാരണമായ നേതൃത്വ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ വിളിയോടുള്ള പ്രതിബദ്ധതയും ഒടുവിൽ അദ്ദേഹത്തെ ഓർഡറിൻ്റെ പ്രവിശ്യ പദവിയിലേക്ക് നയിച്ചു. ഈ റോളിൽ തൻ്റെ അധികാരപരിധിയിലുള്ള ഫ്രിയേഴ്സ് മൈനർ കോൺവെൻറ്റിനെ അദ്ദേഹം ഉത്സാഹത്തോടെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥതയും വിനയവും അദ്ദേഹവുമായി സമ്പർക്കത്തിലേർപ്പെട്ട എല്ലാവർക്കും മാതൃകയായി. പ്രവിശ്യ പദവിക്ക് ശേഷം വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനി പുതിയ അംഗങ്ങളുടെ പരിശീലനത്തിനും രൂപീകരണത്തിനും ഉത്തരവാദിയായ തുടക്കക്കാരുടെ മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. അടുത്ത തലമുറയിലെ സന്യാസിമാരെ ഉപദേശിക്കാനും നയിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധത പ്രകടമാക്കി. വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനിയുടെ യാത്ര തൻ്റെ ജന്മനാട്ടിലേക്ക് തുടർന്നു. അവിടെ അദ്ദേഹം പാസ്റ്ററായി. ഈ റോളിൽ അദ്ദേഹം തൻ്റെ ഇടവകക്കാരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദാരിദ്ര്യത്തിൻ്റെയും അനുകമ്പയുടെയും ഫ്രാൻസിസ്കൻ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. പാവപ്പെട്ടവരുമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായും അടുത്ത ബന്ധത്തിന് പേരുകേട്ട വിശുദ്ധ ഫസാനി അവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് സഹായം തേടാൻ ഒരിക്കലും മടിച്ചില്ല. ദരിദ്രരോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത പാവപ്പെട്ടവരുടെ സുഹൃത്ത് എന്ന ഖ്യാതി നേടിക്കൊടുത്തു. അജപാലന ചുമതലകൾ കൂടാതെ വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനിയെ കുമ്പസാരക്കാരനും പ്രബോധകനുമായി അന്വേഷിച്ചു. ദൈവവുമായുള്ള ആഴമായ ആത്മീയ ബന്ധവും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള അഗാധമായ ധാരണയും വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശക്തവും പ്രചോദനാത്മകവുമായിരുന്നു. തന്നെ ശ്രവിക്കുന്നവരുടെ ഹൃദയത്തെയും ആത്മാവിനെയും സ്പർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അനേകരെ വിശ്വാസത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ജീവിതത്തിലേക്ക് നയിച്ചു. വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനി തൻ്റെ അഗാധമായ പ്രാർത്ഥനാ ജീവിതത്തിന് പേരുകേട്ടവനായിരുന്നു. അത് നിഗൂഢമായ അനുഭവത്തിൻ്റെ നിമിഷങ്ങളാൽ അടയാളപ്പെടുത്തി. ദൈവവുമായുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ഐക്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായ ആഴത്തിലുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം വിട പറയുമെന്ന് പറയപ്പെടുന്നു. ദൈവവുമായുള്ള അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ കണ്ടുമുട്ടലുകൾ മറ്റുള്ളവർക്ക് പ്രചോദനവും വിശുദ്ധ ജീവിതത്തിൻ്റെ സാക്ഷ്യവും ആയിത്തീർന്നു. 1742 നവംബർ 29 വിശുദ്ധൻ ഇറ്റലിയിലെ ലൂസറയിൽ സ്വാഭാവികമായ കാരണങ്ങളാൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അതിവേഗം പരന്നു. കുട്ടികൾ തെരുവുകളിലൂടെ ഓടി വിശുദ്ധൻ മരിച്ചു, വിശുദ്ധൻ മരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനവും സമൂഹം അദ്ദേഹത്തോട് പുലർത്തിയിരുന്ന ബഹുമാനവും അത്രമാത്രമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനിയെ സാൻ ഫ്രാൻസിസ്കോ ഡി ലൂസറയിലെ പള്ളിയിൽ അടക്കം ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്ഥലമായി മാറി. 1951 ഏപ്രിൽ 15 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ്കോ ആന്റോണിയോ ഫസാനിയെ വാഴ്ത്തപ്പെട്ടവനാക്കി. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെയും വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ മാതൃകയെയും അംഗീകരിച്ചപ്പോൾ കൂടുതൽ അംഗീകാരം ലഭിച്ചു. ഒടുവിൽ 1986 ഏപ്രിൽ 13 ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.